ഹായ്, ഞാൻ ജെസ്സി. ലൈഫ് സ്റ്റൈൽ വിത്ത് ജെസ്സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, എൻ്റെ ബാക്ക് സൈഡ് കുറേ പച്ചക്കറിയും ഇതൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാട് വന്നിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് അരി തീമിട്ടിട്ടുണ്ട്, അതങ്ങനെ വെന്തോട്ടെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താക്കി, ഇതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി. മുരിങ്ങ വലിയ മരമായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി മുറിച്ച് താഴേക്ക് ഇട്ടു. കാരണം ഭയങ്കര ഹൈറ്റിൽ അങ്ങോട്ട് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെയൊക്കെ വഴുതനങ്ങ തയ്യ് കുഴിച്ചിട്ടതായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുറ്റിലൊക്കെ നിറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ട്. അത് മഴയായിട്ട് ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വെച്ചു. 2 മുരിങ്ങ മരം ഉണ്ട് കേട്ടോ. അത് ഇതുണ്ട്, ഇത്രയും ഹൈറ്റ് ആയിരിക്കണു. ഇത്രയും ഹൈറ്റ് ആയപ്പോഴാണ് ഞാൻ മറ്റേ മരം മുറിച്ച് കളഞ്ഞത്. ഇതാണെങ്കിൽ മുറിച്ചാനും പറ്റണില്ല. ഇതുമ്മ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ ഞാൻ വളർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെങ്കിലും അതുണ്ടായി കഴിയട്ടെ, എന്നിട്ട് പിന്നെ ഇനി അത് മുറിച്ചാൽ നിൽക്കണുള്ളൂ. അപ്പോൾ മറ്റേത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മുറിച്ച കൊമ്പുകളൊക്കെ വലിച്ചിങ്ങാണ്ട് എന്താക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടു. ഇല്ലെങ്കിൽ ഇതുമ്മ കൂടി ഒരു തരം വള്ളിയുണ്ട്. ആ വള്ളികളൊക്കെ ഇതുപോലത്തെ വള്ളികൾ, ഈ വള്ളികളൊക്കെ ഇങ്ങോട്ട് പടർന്ന് പിടിച്ചിട്ട് ആകെ പിന്നെ അവിടെ ഇതാവും. അപ്പോൾ പിന്നെ കുറേ പട്ടകളുണ്ട് അവിടെ കൂട്ടിയിട്ടിട്ട്. അതും ഒക്കെ ഇതിവിടെ കിടന്നാൽ കുറേ വള്ളികൾ വന്നുങ്ങാണ്ട് അതിൻ്റെ മേലെ കൂടി വരുമെന്ന് വിചാരിച്ചിട്ട് അതും ഒക്കെ കുറച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടു. ഇന്നിപ്പോൾ അതൊക്കെയാണ് ചെയ്യാൻ പോണത്. ചോറപ്പോൾ അടുപ്പത്ത് അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തീ കത്തിച്ചങ്ങാണ്ട് അങ്ങനെ പോകുന്നതാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഈ പണിയൊക്കെ ചെയ്യണത്. പച്ചപ്പട്ട ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പച്ചപ്പട്ട എടുത്തിട്ട് ഞാൻ ചൂലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് എന്ന് പറയുന്നത് പിന്നെ തെങ്ങ് വൃത്തിയാക്കിയപ്പോൾ അതുമെന്ന് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അത് ഇവിടെ മുന്നിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടതായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടുന്ന് കുറച്ചും കൂടി അപ്പുറത്തേക്ക് ഇടട്ടെ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ പയറും വഴുതനങ്ങയും കൈപ്പക്കയും അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ കുഴിച്ചിട്ട സ്ഥലമായിരുന്നു. അപ്പോൾ ആ ഭാഗത്തുനിന്ന് അങ്ങോട്ട് താഴത്തേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. മഴയായ കാരണം കൊണ്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കൈപ്പക്കൻ്റെ ഉണ്ടോ, ഇവിടെയായിരുന്നു കൈപ്പക്ക കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അതപ്പോൾ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുഴിച്ചിടാം. എത്ര പെട്ടെന്നാണോ ഇവിടെയൊക്കെ ഈ പുല്ലുകൾ വരിക. അപ്പോൾ മഴ കുറച്ച് പെയ്തേക്കുമ്പോൾ തന്നെ അപ്പം തന്നെ വന്നതാണ് ഇപ്പോൾ ഈ പുല്ലുകൾ ഒക്കെ. കാട് വെട്ടണ പോലെയൊക്കെ ഒന്ന് വൃത്തിയാക്കിങ്ങാണ്ട് പോയതായിരുന്നു. പക്ഷെ വെട്ടി കഴിഞ്ഞ് 2 മഴ പെയ്യണോടുകൂടെ അതുപോലെ അങ്ങോട്ട് കാടുകൾ പൊന്തും. അപ്പോൾ അതൊക്കെ എന്താ വൃത്തിയാക്കിങ്ങാണ്ട് പൂട്ട് വേണം. പയർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് വിത്തുകളുണ്ട് കയ്യിൽ. അപ്പോൾ അതൊക്കെ ഇവിടെ കുഴിച്ചിടാമെന്ന് വെച്ചു. ഇതിൻ്റെ ഇടയിൽ കൂടി തെങ്ങും തൈയാണ് വെച്ചിട്ടുള്ളത്, ഈ തൊടുകൂലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ കറുകത്ത് ഈ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി കുഴിച്ചിടും. ചീര ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ്. ഇനി ആദ്യമൊക്കെ പുതിയ വിത്തുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പയറിൻ്റെ ഉണ്ട്, കുക്കുംബറിൻ്റെ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കിവിടെ കുറച്ച് കുഴിച്ചിടാലോ എന്ന് വെച്ചു. ഇത് വഴുതനങ്ങയായിരുന്നു. വഴുതനങ്ങ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും പ്രാവശ്യം. കുക്കുംബറൊന്നും ഞാൻ ഇതുവരെ കുഴിച്ചിട്ട് നോക്കിയിട്ടില്ല. വിത്ത് വാങ്ങിച്ചിട്ട് ഉണ്ട്, പക്ഷെ ഉണ്ടാവുമോ എന്താ എന്നറിയില്ല. വഴുതനങ്ങ, പയർ, കോവക്ക, പച്ചമുളക്, എരിമുളക് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കുഴിച്ചിടലുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. കുക്കുംബർ ഞാൻ കുഴിച്ചിട്ടിട്ടില്ല. നമുക്ക് കുഴിച്ചിട്ടിട്ടൊന്ന് നോക്കാം ഉണ്ടാവുമോ ഇല്ലേന്നറിയാലോ. പിന്നെ ഇതൊക്കെ വീട് പണിൻ്റെ സാധനങ്ങളായിരുന്നു. ഇതൊക്കെ അപ്പുറത്ത് നിന്ന് ഇവിടെ പണിക്കാരെ കൊണ്ടുവന്നിട്ടതായിരുന്നു. ഓലൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് പോയി. ഇനിയിപ്പോൾ ഇത് കുറച്ച് അപ്പുറത്തേക്ക് എവിടേക്കെങ്കിലും മാറ്റി വെക്കട്ടെ. എന്നാൽ വെടിയൊക്കെ വൃത്തിയാക്കിയിട്ടാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുഴിച്ചിടാമല്ലോ. ടൈൽസിൻ്റെയൊക്കെ വേസ്റ്റ് സാധനങ്ങളാണേ. അതൊക്കെ ഓരോ ചാക്കിലാക്കി ഇങ്ങാണ്ട് അവിടെ കൊടുന്ന് തട്ടിയതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി കുറേ വറകിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെ പല സാധനങ്ങളും ഒക്കെ ഇങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. ഈ മോൾ ഭാഗത്ത് കോഴിക്കൂട് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അത് ഇനി ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
അവിടെ ഇത് അതുപോലെ പുല്ലും ഒക്കെ വന്നങ്ങാണ്ട് കിടക്കായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ശരിയാക്കി ഇട്ടിട്ടുണ്ട്. കോഴിക്കോട് ഉണ്ടാക്കാമല്ലോ എന്നാണ് പ്ലാനിങ്ങിൽ. എത്രത്തോളം ശരിയാവുമോ എന്താണെന്ന് അറിയില്ല. ഇത് മുകൾ ഭാഗത്ത്. അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ അത് കാണിച്ചു തരുന്നുണ്ട്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഉണ്ടാക്കാമല്ലോ. ഇന്നിപ്പോൾ രാവിലെ മഴ പെയ്തിട്ടില്ല, രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയില്ലാത്തത് നോക്കിങ്ങാണ്ട് ഇറങ്ങിയതാണ്. ഇനിയിപ്പോൾ മഴയില്ലാച്ചിട്ട് വെയിൽ പറ്റുമോ? വെയിലും പറ്റില്ല. അപ്പോൾ വെയിൽ നല്ലോണം ചൂടായാൽ തലവേദന വരും. അപ്പോൾ എന്താക്കി, വെയിൽ നല്ലോണം വരുന്നതിൻ്റെ മുന്നേ രാവിലെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ കുറേ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തോ ഒരു പുല്ലായിരുന്നു എന്നോ, അതിൻ്റെ ഇടയിൽ കൂടി തൊട്ടാവാടിൻ്റെ മുള്ളുമുണ്ട്. ഒക്കെ അങ്ങോട്ട് പെട്ടെന്ന് കാണാൻ വലുതാവണം. അപ്പോൾ അതൊക്കെ ഇതാ ഇവിടെ കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പയറിൻ്റെ വിത്തുണ്ട്, അത് കുഴിച്ചിടണം കേട്ടോ. ആരൊക്കെയാണ് അപ്പം എൻ്റെ ഒപ്പം പയറിൻ്റെ വിത്ത് കുഴിച്ചിട്ടുണ്ടാവുക? എല്ലാവരും കുറച്ച് പയറിൻ്റെ വിത്തൊക്കെ വാങ്ങിയാണ്ട് ഒക്കെ കുഴിച്ചിട്ടുള്ളതുകൊണ്ട് കേട്ടോ. നമുക്ക് ഒരുമിച്ച് കുഴിച്ചിടാന്ന്. ഇത് കണ്ടോ, വെള്ള അരിമുളകിൻ്റെ ഇതാണ്. ഇതുമ്മേ എത്രയേ ഉണ്ടാവില്ലെന്നോ, നിറച്ചുണ്ടാവും. എരിയൊക്കെ പാകത്തിന് തന്നെ ഉള്ളൂ, നല്ല ഉണ്ടാവും ഇതുമ്മേ. പിന്നെ കുറച്ച് കോവക്കയാണ് ഇപ്പുറത്തുള്ളത്. അതൊക്കെ പന്തലൊക്കെ ഇപ്പോൾ എന്തോന്ന് താഴേക്ക് വീണതാണ്, അതിനാൽ പന്തലൊക്കെ പൊട്ടിച്ചാടിയിട്ടുണ്ട്. ഇതാണ് ആ പ്രേഷൻ പൂട്ടിൻ്റെ വള്ളി. അതങ്ങനെ മുരിങ്ങൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടും കോവക്കൻ്റെ വള്ളിയൊക്കെ ഒരുമിച്ചെങ്ങാണ്ട് എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇത് ചേമ്പാണ്, അത് കുറച്ച് തന്നെ ഉള്ളൂ. ചീര ഉണ്ടായിരുന്നതാണ് ഇവിടെ. അപ്പോൾ അത് എന്താണ് നല്ലോണം വലുതായി ആകെ ഒരു പോലെ ആയിരുന്നു. അതൊക്കെ വെട്ടിക്കളഞ്ഞു. പിന്നെ കണ്ടോ, ഇത് നിറച്ച് കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയാണ്. പനിക്കൂർക്കാന്ന് എന്തൊക്കെ നിങ്ങളവിടെ പറയാം, ഞാൻ അതാ പറയില്ല കേട്ടോ. ചീരൻ്റെത് കുറേ ഹൈറ്റ് കൂടി ഇതായി കഴിഞ്ഞപ്പോൾ അതും കുറേയൊക്കെ കണ്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി പുതിയതൊക്കെ ഒന്ന് ഇവിടെ കുഴിച്ചിടണം. ഇത് വലിയ ഹൈറ്റ് കൂടിയങ്ങാണ്ട് മഴയും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വിത്തൊക്കെ ആയിട്ട് ആകെ ഒരു കോലത്തിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് വലിച്ചെറിഞ്ഞു. ഈ കൂർക്കലിൻ്റെ ഇലയും കണ്ടോ, നല്ലോണം അങ്ങോട്ട് പടർന്നത് ചെറിയൊരു പീസ് വെച്ചതായിരുന്നു. ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് പടർന്ന് ആകെ നിറച്ചുണ്ടായിട്ടുണ്ട്. അതൊന്ന് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പരിശ്രമിച്ചതാണ്. ഉണ്ടായി നോക്കുമ്പോൾ മൊത്തം പടർന്ന് നിൽക്കുന്നു. അപ്പോൾ അത് കുറച്ചവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഒഴിവാക്കി. അത് ഇനി ഇത്തിരി അതിൻ്റെ ആ വേരുണ്ടെങ്കിൽ തന്നെ അതിൽ അങ്ങനെ തീർത്തുങ്ങാണ്ട് ഉണ്ടാവും. ഇതുപോലെ നല്ല പടർന്ന് ഒന്നായിട്ട് സ്ഥലം മൊത്തം കവർ ചെയ്യും. അപ്പോൾ അത് കുറച്ച് മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. കോവക്കൻ്റെ വള്ളിയും ഇതാ ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ സൈഡിൽ ഇതുണ്ട്. പിന്നെ അടക്കാപ്പഴത്തിൻ്റെതും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ചോട്ട് കൂടിയും ഒക്കെ ഒന്നങ്ങോട്ട് വൃത്തിയാക്കി എടുത്തു. കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല ഞാൻ കോഴികൾക്ക് എന്താക്കും, അതിൽ കുറേ പീസ് പൊട്ടിച്ചിങ്ങാണ്ട് ഓൽക്ക് കൊണ്ടു കൊടുക്കും കേട്ടോ. നമ്മൾ ഫുഡുകളൊക്കെ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല, കറുകത്തിൻ്റെ ഇല, എന്തൊക്കെ തിന്നാൻ പറ്റുന്ന ഇലകളുണ്ടോ അതൊക്കെ മൊത്തവും അരിഞ്ഞങ്ങാണ്ട് ഓൽക്ക് കൊണ്ടു കൊടുക്കലുണ്ട്. അപ്പോൾ ഇതാ ഇന്നത്തെ ക്ലീനിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അതിനിപ്പോൾ ഏതായാലും അവിടെ ഇരിക്കട്ടെ. ചോറപ്പോഴത്തേക്ക് വേവാനായിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി നാളെ ആക്കാം. നാളെ അല്ലെങ്കിൽ പിന്നെ എപ്പോഴേലും ഒഴിവുള്ള സമയങ്ങളിലാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. താങ്ക്സ്.